ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടാരൂസ് കിച്ചൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറും പോർക്ക് ഗ്രേവി കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നെയ്ച്ചോറും പോർക്ക് ഗ്രേവി കറിയും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് ഫസ്റ്റിൽ നെയ്ച്ചോറാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി 500 ഗ്രാം ബസ്മതി അരി എടുത്തിട്ടുണ്ട്. അതായത് നാഴി ഗ്ലാസ്സിൽ ഞാൻ അളക്കുമ്പോൾ 2 ഗ്ലാസ്സാണ് നാഴി ഗ്ലാസ്സാണ് അരി എടുക്കുന്നത്. അത് നന്നായി കഴുകി എടുത്തതിന് ശേഷം അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ ഇരട്ടി വെള്ളം. അപ്പോൾ 1 ഗ്ലാസ് അരി എടുക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളം, അതുപോലെ 2 ഗ്ലാസ് അരി എടുക്കുമ്പോൾ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എസൻസ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പൈനാപ്പിളിൻ്റെ എസൻസ് 2 മൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 5-6 കറുവേൽപ്പട്ട ചെറുതായിട്ട് പൊട്ടിച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അതുപോലെ കരയാമ്പൂ ഒരു 5-6 ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറാണത്. വളരെ ഈസി ആയിട്ട് എത്ര ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം എടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ വെള്ളത്തിൽ ഈ ചോറ് വെന്തിട്ട് കറക്റ്റ് പാകത്തിലായി കിട്ടും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം. വെള്ളമൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നെയ്യ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതല്ല ഇതേ നെയ്യ് തന്നെ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര തന്നെ മതിയാവും, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോർക്ക് ഇറച്ചി തയ്യാറാക്കാം. ഞാനൊരു 300 ഗ്രാമോളം പോർക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 6 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളി ഒരു 20 അല്ലി ചേർത്ത് കൊടുത്ത് നന്നായി വഴച്ചിയെടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. 2 തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നിറമൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് വേപ്പിലേക്ക് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവോള അരിഞ്ഞിട്ട് ഫുള്ള് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് സവോളയൊക്കെ നന്നായിട്ട് വാടി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമുക്ക് പോർക്ക് പീസുകൾ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള തക്കാളിയാണ്. 2 തക്കാളി കട്ട് ചെയ്തിട്ട് പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതിയും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം വേണ്ടി വരും ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്, കുറച്ച് സമയം എടുക്കും. അപ്പോൾ നന്നായിട്ട് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക.
നന്നായി തിളച്ച് പകുതി വേവോളൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി 2 ചെറിയ സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ പകുതിയോളം വെന്തിട്ടുള്ളൂ. കുറച്ച് സമയം എടുക്കും. ഇതേപോലെ ഗ്രേവി ആയിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ നമുക്ക് വേണ്ടി വരും. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി 4 ടീസ്പൂണും ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ ഏകദേശം വെന്ത് നല്ല രീതിയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇപ്പം നല്ല ഗ്രേവി ടൈപ്പായിട്ട് നമുക്ക് കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നീക്കി വെച്ചിട്ടുള്ള തക്കാളി പീസുകൾ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാപ്സിക്കം നീക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് അത് വെന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇത് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെല്ലെ മൂടി വെച്ചിട്ട് ഒരു 5 സെക്കൻഡ് ഓളം മൂടി വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ പോർക്ക് ഗ്രേവി കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് തയ്യാറാക്കി നോക്കുക, കഴിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ ബൈ, സി യു.